ജിമ്മി ജെയിംസ്, മണിപ്പൂരിലെ സംഘർഷഭരിതമായ ദിനങ്ങൾ അത് മാസങ്ങളായി വർഷങ്ങളായി തന്നെ നിന്നിരുന്ന കാര്യമാണ്. എത്ര കഴിഞ്ഞു, ഇപ്പോഴും നേരിയ സംഘർഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വരുന്നു, വലിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ മണിപ്പൂർ ജനത അത് മറക്കുമോ? ഏത് മണിപ്പൂരിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്? ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്ന് നടന്ന മണിപ്പൂർ. ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപം നടന്ന മണിപ്പൂർ. 240-ലധികം ആളുകൾ മരിച്ച്, 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റ്, നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട്, സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിയ മണിപ്പൂർ. ആ മണിപ്പൂരിൽ ഏതാണ്ട് 20 മാസത്തോളമാണ് ആ കലാപം നീണ്ടുന്നത്, പല 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 ഘട്ടങ്ങളിലായി. ആ മണിപ്പൂരിനെ ആദ്യം മറന്നതാരാണ്? കേന്ദ്ര സർക്കാരായിരുന്നു. അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുക പോലും ഉണ്ടായില്ല കുറേ നാൾ. അതിനുശേഷം പാർലമെൻറ്റിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ചില വാചകങ്ങൾ പറഞ്ഞത്. അത് എത്രയോ കാലത്തിന് ശേഷമാണ്. മണിപ്പൂരിൽ ഈ കലാപം നടക്കുമ്പോൾ ആരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്? BJP ആണ്. ബിരേൻ സിംഗ് സർക്കാരാണ് മണിപ്പൂരിൽ ഈ കലാപം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു കലാപവും 24 മണിക്കൂർ കടക്കണമെങ്കിൽ അത് അവിടുത്തെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ സഹായമില്ലാതെ നടക്കില്ല. അത് ഫാക്റ്റാണ്. അതിപ്പോൾ ഇവിടെയല്ല എവിടെയായാലും. അല്ലെങ്കിൽ നേപ്പാളിനെ പോലെ ജനം സർക്കാരിനെ മറിച്ചിടുന്ന വലിയ സംഘർഷമായിരിക്കണം. ബിരേൻ സിംഗ് സർക്കാരിന് ഈ കലാപത്തിലുള്ള പങ്കിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് തെളിവുകൾ പുറത്തു വന്നതാണ്. അന്നൊന്നും മോദി ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. കലാപം നടക്കുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ പറന്നിറങ്ങണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ മണിപ്പൂരിനെ ഓർക്കണം, മണിപ്പൂർ വിഷയത്തിൽ ഇടപെടണം. ബിരേൻ സിംഗിന് ഈ കലാപമുള്ള നേരിട്ടുള്ള ബന്ധം എന്താണ്? മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം. മെയ്തി വിഭാഗക്കാരനാണ് ബിരേൻ സിംഗ്. മെയ്തി വിഭാഗത്തിന് കോടതിയിൽ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഒരു കോടതി വിധി ഉണ്ടാകുന്നു, സർക്കാർ അനുകൂലിക്കുന്നു, അവർക്ക് ഷെഡ്യൂൾ ട്രൈബിൻ്റെ പദവി കിട്ടുന്നു. അതിനെതിരെയുള്ള കലാപമാണ്. എങ്ങനെയാണ് ഈ പദവി കിട്ടിയതെന്ന് പിന്നീട് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ആ കലാപത്തെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ ആ സംസ്ഥാനം നിന്ന് കത്തുകയായിരുന്നു. വ്യാപകമായി കൊല്ലപ്പെട്ടത് എതിർപക്ഷത്തുള്ള കുക്കി വിഭാഗമാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. 240-ലധികം ആളുകൾ മരിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ 258 പേർ മരിച്ചതിൽ ഏതാണ്ട് 200ഓളം പേർ മെയ്തി വിഭാഗത്തിൻ്റെ അപ്പുറത്തുള്ള കുക്കി വിഭാഗക്കാരാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊരു ഏകപക്ഷീയമായ കടന്നുകയറ്റമായിരുന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ആദ്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ മെയ്തി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കുക്കി വിഭാഗങ്ങൾ പ്രകടനം നടത്തുകയും ആ പ്രകടനത്തെ ആക്രമിച്ച് അടിച്ചോടിച്ചതിന് ശേഷമാണ് 2 തീവ്രവാദ സംഘടനകൾ മെയ്തി വിഭാഗത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അവർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. എന്ന് മാത്രമല്ല, BJPയുടെ സംസ്ഥാന മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഈ കലാപം നടത്താൻ ആഹ്വാനം ചെയ്തതിൻ്റെ ശബ്ദരേഖ കുറച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇതിൻ്റെ ആധികാരികത പരിശോധിക്കാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ട്രൂത്ത് ലാബ്സ് എന്ന് പറയുന്ന കമ്പനി ഇത് സ്വതന്ത്രമായി പരിശോധിക്കുകയും ഏതാണ്ട് 93% ഉറപ്പാണ് ഇത് ബിരേൻ സിംഗിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയതും വാർത്തകൾ വന്നതാണ്. അപ്പോഴും പ്രധാനമന്ത്രി അനങ്ങിയില്ല. അപ്പോഴും ദില്ലി ഒന്ന് കണ്ണിമ പോലും ചിമ്മിയില്ല. ഇതേ സർക്കാരിനെ തുടരാൻ അനുവദിച്ചു. അതിനുശേഷം ഈ ശബ്ദരേഖയുടെ കഥ എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിൽ ഇത് നടക്കുന്നത് 2023 മെയ്യിലാണ് ഈ കലാപം നടക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ഓഗസ്റ്റിൽ. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ ശബ്ദരേഖയുടെ ഇപ്പോഴും സെപ്റ്റംബറിൽ ഈ സുപ്രീം കോടതിയിൽ ഈ ശബ്ദരേഖയുടെ ആധികാരികത വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം ചോദിക്കുന്നു, എന്നാണ് FSIയുടെ ഭാഗത്ത് നിന്ന് ഈ ശബ്ദരേഖ വരിക? ഇത് എന്ന് വരും എന്നെങ്കിലും പറയാമോ? നിങ്ങൾ തരണ്ട, ഇത് വരും എന്നെങ്കിലും പറയാമോ എന്ന് ചോദിച്ചത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് ജസ്റ്റിസ് സഞ്ജയ് കുമാറാണ്. സുഹൃത്തുക്കളെ, 2 വർഷം കഴിയുമ്പോൾ 24 മാസവും കഴിഞ്ഞ് ഈ കലാപത്തിൻ്റെ മുറിവുകൾ നീറി നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ആ ശബ്ദരേഖയുടെ ആധികാരികത വ്യക്തമാക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും മോദി സർക്കാരിന്, പ്രത്യേകിച്ച് ബിരേൻ സിംഗ് സർക്കാരിനെ തുടരാതിരിക്കാനുള്ള ഒരു സാഹചര്യവും വേണമെന്ന് തോന്നിയില്ല. ഇനി അതിനുശേഷം മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ NDAയുടെ കയ്യിലുണ്ടായിരുന്ന 2ഉം പുല്ലുപോലെ പോയി, തോറ്റു. ജനവികാരം മുഴുവനെതിരെ. അപ്പോഴും അനങ്ങിയില്ല ഡൽഹി. ഏറ്റവും അവസാനം ഈ വർഷം ബിരേൻ സിംഗ് സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, കുറച്ച് MLAമാർ മറുപക്ഷത്തേക്ക് മാറിയപ്പോൾ, ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ ബിരേൻ സിംഗ് സർക്കാർ രാജിവെക്കുകയായിരുന്നു. മോദി സർക്കാർ പുറത്താക്കിയതല്ല. അപ്പോൾ കലാപത്തെ നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട, കലാപത്തിന് കൂട്ടുനിന്നു വന്ന് കോടതിയിൽ ശബ്ദരേഖയുടെ കാര്യത്തിലടക്കം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ
സർട്ടിഫൈ ചെയ്തൊരു വിഷയത്തിൽ സർക്കാർ അതിനെ മെല്ലപ്പോക്ക് നടത്തി കോടതിയിലെ ആ കേസ് തണുപ്പിച്ചത് മാത്രമല്ല ഈ കലാപത്തിന് കൂട്ടുനിന്ന സർക്കാരിനെ സഹായിക്കുകയാണ് BJP ചെയ്തത്. ആ BJP മണിപ്പൂരിനെ മറക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. എന്നിട്ടിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ ഈ വിഷയം തീരും എന്നാണോ വിചാരിക്കുന്നത്? എന്തിനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വന്നത്? അടുത്ത വർഷം ഇലക്ഷനാണ് കേട്ടോ, 2026 ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശിച്ചു എന്ന് കരുതരുത്. വെറും 4 മണിക്കൂറാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ സന്ദർശിച്ചത്. അതോ തലേദിവസം അദ്ദേഹം ഇവിടെ വന്നു, തലേദിവസം വന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു വലിയ റെയിൽ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. ആ റെയിൽ പ്രോജക്റ്റ് ആ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽ പദ്ധതിയാണ്. അപ്പോൾ അത് നടത്തി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് മണിപ്പൂരിൽ കൂടെ വരാതിരിക്കും? മിസോറാമിൽ എന്തായാലും വന്നു, അപ്പൊ പിന്നെ മണിപ്പൂരിൽ വരാതിരിക്കും. ഈ സന്ദർശനങ്ങളൊക്കെ നേരത്തെ ഫിക്സ് ചെയ്യുന്നതാണ്, അല്ലാതെ അപ്പോൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ഒരു 2 വർഷം മുമ്പേ ഇങ്ങനെ ഫിക്സ് ചെയ്തത്, ഇപ്പോഴാണോ ഫിക്സ് വരുന്നത്? അല്ല, ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മിസോറാമിലെയും മണിപ്പൂരിലെയും സന്ദർശനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ടോട്ടൽ വിസിറ്റ് ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട്, അല്ലാതെ പെട്ടെന്ന് അപ്പുറത്തേക്ക് കയറി എന്നുള്ള പറഞ്ഞല്ലേ. ഈ വിസിറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മണിപ്പൂരിനെ ഒഴിവാക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് വന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മണിപ്പൂരിനെ മറക്കാൻ പറ്റുമോ? ഇത്രയും കലാപം നടന്നൊരു സ്ഥലത്ത് തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് വന്നിട്ട് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രധാനമന്ത്രി ഓഫീസ് ഫിക്സ് ചെയ്ത് തന്നെയാണ്. ആ വാക്ക് ഉപയോഗിച്ചതും കറക്റ്റാണ്, ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അപ്പുറത്തൊരു ട്രെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ മണിപ്പൂരിൽ വരാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് വന്നിട്ടോ 4 മണിക്കൂർ നിന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ക്യാമ്പിൽ പോലും പോയില്ല അവിടെയുള്ള ആളുകളെ കാണാൻ. ഇൻ്റർവ്യൂ ചെയ്ത് ആളുകളെ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് പേരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഒരു നാടകം, ആളുകൾ കരയുന്നു, മോദി തലയിൽ തൊട്ട് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം മണിപ്പൂരിൽ മണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും. മണിപ്പൂരിൽ മണിയുണ്ട്, അതുകൊണ്ട് ഭാവിയുടെ മണി കിലുക്കമാണെന്നോ അതോ ഇനി മണി പൈസയുടെ മണിയാണോ എന്നറിയില്ല, ഒരു 8500 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പദ്ധതി തുടങ്ങുകയല്ല, പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ പുനരധിവാസമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ബിരേൻ സിംഗ് ഇപ്പോഴും BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, ഈ കലാപത്തിൽ പങ്കുണ്ടെന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ വളരെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കരുതുന്നത് അത് കശ്മീരിൽ മാത്രമാണെന്നാണ്. മുസ്ലിം തീവ്രവാദികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം ആരാണ് നടത്തുന്നതെന്ന് അറിയാമോ? അതൊരു ഹിന്ദു നയിക്കുന്ന, ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ് ആ സംഘടനയെ നയിക്കുന്നത്. ആ സംഘടനയെ നയിക്കുന്നയാളുടെ പേര് ദേവ്ജി എന്നാണ് നമ്മളൊക്കെ ഇതിൽ പറയുക. ദേവ്ജി എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ തീവ്രവാദ സംഘടന CPI മാവോയിസ്റ്റാണ്. അത് കഴിഞ്ഞ് ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ വരികയുള്ളൂ. പക്ഷെ നമുക്ക് കശ്മീരാണ് ഏറ്റവും വലുത്. ഇനി അതുമാത്രമല്ല, ഇവിടെ കലാപം നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് നേടുന്ന ഞങ്ങൾ മെയ്ത്തികളുടെ ബങ്കറിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഏതാ പട്ടാളത്തിനുള്ള ബങ്കർ പോലെ മെയ്ത്തികളുടെ കുക്കികളുടെ ബങ്കറിൽ നിന്നാണ് സംസാരിക്കുന്നത്. സൈന്യത്തെ പുല്ലുപോലെ ആക്രമിച്ച സൈനിക ക്യാമ്പുകൾ റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ആയുധങ്ങൾ, കലാഷ്നിക്കോവുകളും റോക്കറ്റ് ലോഞ്ചറുകളും പിടിച്ചുകൊണ്ട് പോകുന്നു. പട്ടാളത്തെ ബന്ദിയാക്കി നിർത്തി അവിടെ കലാപം നടത്തുന്നു. സൈന്യം പിന്തിരിഞ്ഞോടുന്നു. ഇതൊക്കെ നടന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അത് ഈ മിസോറാമിൽ മാത്രമല്ല, ഇതിപ്പോൾ ആസാമിലായാലും തൊട്ടപ്പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലായാലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ സർക്കാർ കോൺഗ്രസ് മുക്ത മിഡിൽ ഈസ്റ്റ് എന്ന ഒരു മുദ്രാവാക്യവുമായി അവിടുത്തെ മുഴുവൻ തീവ്രവാദി സംഘടനകളുമായും കൈകോർത്ത BJP ഓരോരോ സംസ്ഥാനങ്ങളായി പിടിച്ചടക്കിയിട്ട് ഏറ്റവും അവസാനം ഇവിടെ മെയ്തി വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് നടത്തിയ ഒരു കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. മണിപ്പൂരിലെ കലാപത്തിൽ അതുകൊണ്ടാണ് മെയ്തി വിഭാഗക്കാർക്ക് ഒരു മേൽക്കൈ കിട്ടിയതും അതുകൊണ്ടാണ് കുക്കി വിഭാഗത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടതും. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ BJPക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കലാപത്തിൽ മോദി അങ്ങോട്ട് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് BJP സ്പോൺസേഡ് കലാപമാണ് അവിടെ നടന്നത്. 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞൊരു പ്രസ്ഥാനം വളരെ കൃത്യമായ അവരുടെ അജണ്ട നടപ്പിലാക്കിയതാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റിലുള്ളവരെ തീവ്രവാദം എന്ന് വിളിക്കില്ല. അങ്ങോട്ട് ഒരൊറ്റ മാധ്യമപ്രവർത്തകർക്ക് മര്യാദയ്ക്ക് റിപ്പോർട്ടിങ്ങിന് പോകാൻ പറ്റില്ല. അവിടെ പോയാൽ വേറെ പ്രശ്നങ്ങളാണ്. പ്രത്യേക പട്ടാള നിയമമുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും കശ്മീരാണ് ഏറ്റവും വലിയ കലാപസ്ഥലം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി ഈ പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നാണ് മനസ്സിലാകേണ്ടത്. ഇപ്പോൾ നക്സലൈറ്റുകൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ വലിയ വേട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 കണക്കിന് നക്സലൈറ്റുകളെ വെടിവെച്ച് കൊല്ലുന്നു. ശരി, നക്സലൈറ്റുകളും നക്സലൈറ്റുകളല്ലാത്തവരുമൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നുവെന്ന് ഓരോ ദിവസവും വരുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 20, അടുത്ത ദിവസം 17, അതിൻ്റെ അടുത്ത ദിവസം 30, ഇങ്ങനെ കണക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ, നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ ഒരു ഓപ്പറേഷനേ ഇല്ല. നോർത്ത് ഈസ്റ്റിൽ എല്ലാം കലാപകാരികളുടെ കയ്യിൽ സംസ്ഥാനം അങ്ങനെ അമർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ
ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു കലാപം സംഭവിച്ചിട്ടില്ല. എന്നിട്ടും അവിടുത്തെ സർക്കാരിനെ തൊട്ടില്ല മോദി സർക്കാർ. അവസാനം MLA-മാർ പിൻവലിച്ചപ്പോഴാണ് ബിരേൻ സിംഗ് സർക്കാരിന് BJP സർക്കാരിന് അധികാരം ഒഴിയേണ്ടി വന്നത്. അപ്പോൾ കലാപത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു തരത്തിലും ഒരു 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 ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് ഭരിച്ചിരുന്നത്. കശ്മീരിൽ ചെയ്യാം, ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെ, നക്സൽ തീവ്രവാദികൾക്കെതിരെ നാട്ടുകാരെ കൂടെ കൊന്നുകൊണ്ട് അതമർച്ച ചെയ്യാം. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ അത് തൊടാൻ പറ്റില്ല, കാരണം അവിടെ വേറെ ചില സമവാക്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചത്? BJP-യുടെ കയ്യിൽ നിന്ന് കൂടി കോൺഗ്രസിനെ ഒഴിവാക്കാൻ എങ്ങനെയാണോ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ BJP കൂട്ടുപിടിച്ചത്, ഇപ്പോൾ BJP-യുടെ കയ്യിൽ നിന്നുകൂടി കാര്യങ്ങൾ പോവുകയാണ്. മെയ്തി കുക്കി സംഘർഷം കയ്യിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു, അവസാനം ഇലക്ഷൻ വരുമ്പോൾ സർക്കാരിനെ ജനം തൂത്തെറിയുകയാണ്, അവിടെ കോൺഗ്രസ് ജയിക്കുന്നു. ഇനി വരുന്ന നാളുകളിലും ഇത് തന്നെ ആകാനാണ് സാധ്യത പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും. അതുകൊണ്ട് മോദിയുടെ സന്ദർശനം മണിപ്പൂരിൽ മണിയുണ്ട് എന്ന് പറയുന്ന ഡയലോഗടിയിൽ മാത്രം തീരും, ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇത്രയും വലിയ കലാപത്തിൻ്റെ മുറിവുണങ്ങാത്ത സ്ഥലത്ത് പ്രധാനമന്ത്രി വരുന്നു എന്നതൊരു വലിയ കാര്യമായി അവിടെ ജനങ്ങൾ കരുതുന്നതേയില്ല. കലാപത്തിൻ്റെ ഉത്തരവാദി സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോവുക എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് അവിടെ ഒരു വിഭാഗം പ്രകടനം നടത്തിയത്. ഇങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രകടനം നടന്നതായി നമുക്ക് ഈ സമീപകാല ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇതാണ് സാഹചര്യം, ഇതാണ് സ്ഥിതി. അതുകൊണ്ട് പ്രധാനമന്ത്രി വന്നതുകൊണ്ട് വരാതിരുന്നത് കൊണ്ട് ഒരു കാലത്തും മണിപ്പൂരിൻ്റെ മുറിവുകൾ ഉണങ്ങില്ല. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുറിവുകളിൽ കുറച്ചുകൂടി ഉപ്പ് പുരട്ടുക മാത്രമേ ഉള്ളൂ. ആ മുറിവ് കുറച്ചുകൂടി തുറക്കപ്പെടുക മാത്രമേ ഉള്ളൂ. ആ മുറിവിൽ നിന്ന് ഇനിയൊരു കലാപം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, ഞാൻ കരുതുന്നതാണ്. Meet the editors.